ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഡക്ക് മഡ്, താറാവിനകത്ത് മണ്ണൊക്കെ പൂഴ്ത്തി ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് ചുടും, എന്നിട്ട് അത് തിന്നും. അതാണ് സംഭവം. ട്രൈ ആണ്, ഇതൊന്നും ശരിയാവും അറിഞ്ഞൂടാ. ഞാൻ കണ്ടായിരുന്നു, ഒരു അമ്മച്ചി ഇരുന്ന് യൂട്യൂബിൽ ഇരുന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് പുറത്തുള്ള റഷ്യൻ തള്ളയാന്ന് തോന്നുന്നു, അവരും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ചിക്കനെ കണക്കല്ല, താറാവിന് വേവുള്ളത്. ദാറ്റ്സ് ഓക്കെ, നമുക്ക് ചൂടാം, നമുക്ക് വലിയ തീ ഉണ്ടാക്കാം, കാട്ടുതീ. അമ്മ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ? ഞാൻ കഴിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ ഇതൊരു ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും. അത് വെന്താ മതി, നല്ലോണം വേവണം. വേവും. പിന്നെ ഈ മണ്ണിലും കൂടെ ഒക്കെ പൊതിഞ്ഞു വെക്കുമ്പോ ആ ഒരു മണ്ണിന്റെ ആ ചെളിയുടെ ഒരു ഫ്ലേവർ ഒക്കെ വരും. കൊള്ളായിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് എക്സൈറ്റഡ് ആ ഉണ്ടാക്കാനായിട്ട്. മസാലയൊക്കെ പെരട്ടി അതിൻ്റെ അകത്ത് വെജിറ്റബിൾ ഒക്കെ ഇട്ട് ഇലയൊക്കെ വെച്ച് പൊതിഞ്ഞ് അതിൻ്റെ മണ്ടേ ഫോയിൽ പേപ്പർ ചുറ്റി പിന്നെ മണ്ണ് പൊതിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് തീയിലിട്ട് ചുടും. സംഭവം നല്ല രസമായിരിക്കും. നമുക്കൊന്ന് ചെയ്തു നോക്കാം. വീട്ടിലെ ചെളി പറ്റത്തില്ല, നമുക്ക് കണ്ടെത്തി പോവാം. കണ്ടെത്തി പോയിട്ട് ആദ്യം ചെളി എടുത്തിട്ട് വരാം. നമുക്ക് ഇതിലെ കൂടെ നടന്നങ്ങ് പോവാം. ഇനി ഇതൊക്കെ ചുമക്കണ്ടേ? അതും ചുമന്നോണ്ട് വരണം. അമ്മ ചുമന്നോണ്ട് വരുമോ? പനിയാ വയ്യ. എന്നാ പിന്നെ വണ്ടി പോവാം. കാലുവേദനയൊക്കെ. നമുക്ക് ചട്ടി ബക്കറ്റും ഒക്കെ ഇട്ട് നമുക്ക് കണ്ടെത്തി പോവാം. ചെളി വരെ എല്ലുല്ലു എല്ലുല്ലു മൈ എല്ലു ഷനാൽ സൊല്ലുല്ലു. ഓഹോ, അമ്മ വ്ലോഗ് എടുക്കുവാണ്. എടുത്തോ, കേറട്ട്. ഓക്കെ, അത് തന്നെ, അങ്ങനെ തന്നെ പിടിക്കുന്ന കറക്റ്റ്. കൈക്ക് നീളം കുറവാ. അത് കുഴപ്പമില്ല, ഫോണ് തറയിടായിരുന്നാ മതി. അപ്പൊ ഗൈസ്, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെളി കോരാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അത് മറ്റില്ലേ AI വീഡിയോസ് ഒക്കെ ഇല്ലേ, അതുപോലായിരിക്കും ഇത് ചിലപ്പോ കാണുമ്പോ. എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. അത് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒക്കെ എടുത്താൽ മതി. അമ്മ എടുത്തോ ഇന്നങ്ങ് വ്ലോഗ്. നീ പോയി തൊളി. എനിക്ക് പനി ഇടർക്ക. അത് ഇന്ന് ശരിയാവുമ്മ. എന്ത് കുഴി വെട്ടാന്ന് ശരിയാവും. കണ്ടത്തി കുഴി വെട്ടാൻ പോണ ഇന്ന് ശരിയാവുമ്മ. ഞാൻ ഇല്ലാതെ ബോറടി ഉണ്ടോ അമ്മക്ക്? ബോറടി ഉണ്ട് ഒറ്റയ്ക്ക്. ഇങ്ങനെ പിന്നെ ഹാപ്പി ഉള്ളതുകൊണ്ട് കാര്യം പറഞ്ഞിരിക്കും. അച്ഛൻ അമ്പലത്തിലെ പിരിവിനൊക്കെ അങ്ങ് പോവും. അച്ഛൻ വീശി അച്ഛൻ വണ്ടി പോയിട്ട് വന്നിട്ട് പിന്നെ അങ്ങ് പോവും. അമ്പലത്തിലെ പിരിവിന് പോവും. കണ്ട നമ്മൾ ഇവിടുത്തെ ചെടികളൊക്കെ കണ്ട. ഓ ബ്യൂട്ടിഫുൾ അല്ലേ? റോഡിന്റെ അവിടെ കണ്ടെന്തോ കിട്ടിയെന്തോ. നമ്മളെവിടെ നമ്മളില്ല തോട്ടി കുളിക്കാൻ പോയെടുത്താ പോണം. കട്ടേട്ടാ പിടിച്ചോ, കൈ അഴക്കിതാ. കുഴപ്പമില്ല. എന്തൊരു കുഴപ്പമില്ല, തിരിച്ചൊക്കെ പിടിച്ചാന്നാ. ഇതുവഴി അങ്ങ് ഇറങ്ങി പോണം. നമ്മുടെ വീട്ടിന് താഴെയാണ്. നമ്മളെ വീട്ടിന് താഴെ പോകുന്നു. ഇതൊരു അഡ്വഞ്ചർ റൈഡ് ആയിരിക്കും. ഇതൊക്കെ നമ്മളെ അവിടുത്തെ കണ്ട കേട്ടോ. കണ്ടവന്റെ ആണെങ്കിലും എല്ലാം നാമത ഹൈ റിസ്ക് വഴിയാണ്. ഇതുവഴിയൊക്കെയാണ് നമ്മൾ പോണ. അടിപൊളിയടാ, രസമുണ്ടല്ലേ? ഇതാണ് നമ്മുടെ കണ്ടം. കമോൺ, ഇനി നമുക്ക് ചെളി കോരാം. അമ്മ ഇത് ഇങ്ങനെ നല്ല വെള്ളം കേട്ട എങ്ങനെ ചാടി പോവും? ഇറങ്ങുന്ന പൊളവനൊക്കെ കാണും കേട്ടോ, നോക്കണേ. ഇത് പിടി, ഞാൻ ചാടാം. ചാടണ്ട, എത്തൂല വെച്ചു. ഞാൻ ചാടും. എത്തൂലേ? ഓ അത്രയ്ക്കൊന്നും ഇല്ല. നമുക്ക് കോരാം. വല്ല ജോലിക്കാരെയൊക്കെ നിർത്തിക്കൂടെ? കളത്തിടേ ചുമ്മാ ഇതൊക്കെ നമ്മുടെ ആണെന്ന് എല്ലാവരും അറിയില്ലമ്മ. നമ്മള് രഹസ്യമായിട്ട് ഫുള്ള് മേടിച്ചിട്ടേക്കോ. അവിടെ മൊത്തം ഉണ്ട്, എല്ലാം നമ്മുടെതാ. ആ രാഘവം വന്നില്ലേ ഈ പണിക്ക്? നമ്മളിവിടെ ചീനിക്കം പാടാൻ പറഞ്ഞായിരുന്നല്ലേ? ഇവ നട്ടില്ല ഇതുവരെ. ആ തുണ്ടി വാഴാടാൻ പറഞ്ഞ്, ഇല്ല തുണ്ടി ചീനിക്കം പാടാൻ പറഞ്ഞു. ഒക്കെ കള്ളപ്പണിയാ. വന്നില്ല. നമ്മൾ ഫുള്ള് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വ്ളോഗ് അല്ലേ? പശുവിനെ അടിച്ചാൽ മതിയായിരുന്നു. നമുക്ക് പശുവിനെ അടിച്ചു തരട്ടെ? സീരിയസ് ആയിട്ട്? ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വ്ളോഗ് അമ്മയ്ക്ക് പശു മേടിക്കുന്നതാണ്. നമ്മൾ പുതിയൊരു പശുവിനെ മേടിക്കുകയാണ്. ഇനി ഇതിൻ്റെ തൊട്ട് പാല് ഒന്നും നമുക്ക് ഇനി പുറത്തുനിന്ന് മേടിക്കേണ്ട, എല്ലാം നമ്മൾ കറന്ന് കുടിക്കും. കൊച്ചു രാവിലെ പോയി പോച്ച നിറച്ചിട്ട് വരും. എനിക്ക് ബിൽമാ പാല് മതി, എനിക്കതാ ഇഷ്ടം.
കളിമണ്ണ് ഹേ. പോച്ച വേണ്ട, പോച്ച അവിടെ ഉണ്ട്. ഇപ്രാവശ്യം നമുക്ക് ഇവിടെ വാഴ ഇടാല്ലേ? വാഴ നട ഇവിടെ. അതെൻ്റെ കൂടെ ഉണ്ടല്ലോ. എൻ്റെ കൂടെ? നിങ്ങളുടെ കൂടെ അല്ല, എൻ്റെ കൂടെ. എൻ്റെ കൊച്ചുവന്ന് കളിമണ്ണി ചൂടും, അമ്മ തിന്നും. നിങ്ങളെ തിന്നുന്നുള്ളൂ, നിങ്ങളങ്ങ് തിന്നാ മതി മൊത്തം. ഓക്കെ, നമ്മൾ മണ്ണെടുത്തിട്ടുണ്ട്. ഞാൻ എടുക്കാം. ഇനി നമുക്ക് നേരെ പിടിക്കാം. നമ്മളെല്ലാം പുറത്ത് വെച്ചങ്ങ് ചെയ്യാന്ന് വിചാരിച്ചേട്ടോ. മറ്റേ ഇതെന്ത് ഈ മുളവാ? ഉണ്ടമുളക് നിൻ്റെ കയ്യിലെ തന്നെ മുളക്. അതെടുത്ത് അവിടെ വെച്ച് പോക്കറ്റ് ഇട്ടാ. പച്ചമുളക് എടുത്ത് പോക്കറ്റ് ഇട്ടോ. ഭയങ്കര എരിയത്. എരിയുണ്ടോ? പിന്നെ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. ഒരു ഉണ്ടമുളക് കൂടെ ഇടാം. ഓക്കെ, ഇനി നമുക്ക് അരച്ചെടുക്കാം. അച്ഛൻ വരുമ്പോൾ ഞെട്ടണം. തട്ട മണം. ഇത്രയും മുളക് പൊടി, പൊടിയൊക്കെ ഒരു ഇത്ര മഞ്ഞപ്പൊടി, ഉപ്പ്, ഇച്ചിരി ഇട് മസാല, കുറച്ച് മസാലപ്പൊടി കേട്ടോ. അത് കുഴി കുത്തിയിട്ട് വെളിച്ചെണ്ണ. യെസ്. ഇനി മിക്സ് ചെയ്യാം. അടിപൊളി. ഒരു മുറി നാരങ്ങ. ഓക്കെ, നമ്മൾ മസാല സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് താറാവ് വരിഞ്ഞിട്ട് ഈ മസാല അതിനകത്തേക്കാം. സവാള മറ്റേ ഇത് വലുതായിട്ട് അരിയണം കേട്ടോ, കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണ്ട. ഹലോ ഹലോ പരിപാടി, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാ നമ്മുടെ താറാവ്. കുറച്ച് മെലിഞ്ഞു പോയല്ലേ? മെലിഞ്ഞു പോയി. താറാവ് അങ്ങനെ ഇരിക്കും. ഒരു ആരോഗ്യമില്ലാത്ത പോലെ. അകത്തോട്ട് അങ്ങോട്ട് ആഴത്തിന് കൊണ്ടിട്ട് കൊടുക്കാം. അവിടെ പിടിക്കും മസാല. തെറ്റി പോണം എൻ്റെ സ്കിന്ന്. ഒത്തിരി സാധനം ഇരിക്കുന്നത്. ഒരു കിലോ അരിയും കൂടെ ഇടാൻ തോന്നുന്നു. ആ ബെസ്റ്റ്. ഈ വെജിറ്റബിളിനകത്ത് കുറച്ച് മസാല പുരട്ടി അങ്ങ് എൻ്റെ അകത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നിറയ്ക്കാം. എല്ലാ കീഴ്പോട്ടും നാരങ്ങ കൂടി ഇരിക്കട്ടെ. ഓക്കെ, സെറ്റ്. തയ്ക്കാനുള്ള സാധനം അതെടുത്തിട്ട് വരാം. സ്റ്റിച്ച് ചെയ്യാൻ വേറെ സാധനം ഇല്ല കേട്ടോ. നമുക്ക് ടൂത്ത് പിക്ക് വെച്ച് കുത്തി അടയ്ക്കാം. വെച്ചില്ലെങ്കിൽ മൊത്തം പുറത്തു പോകും. നമസ്കാരം. ഓക്കെ, ഇനി നമുക്കിത് ഫോയിൽ പേപ്പറിൽ പൊതിയാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മണ്ടയും കിടാം. ഇല പൊട്ടുകൊണ്ടോ. നമുക്ക് വാഴ വള്ളി വെച്ചാൽ കെട്ടാം, അല്ലെ പൊട്ടിപ്പോവും. ഫുൾ നാച്ചുറൽ വർക്കാണ്. ഓക്കെ, സമയം ഒത്തിരി ആയിട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി മണ്ണ് കുഴച്ചെടുക്കാം. മണ്ണ് ഒത്തിരി വെള്ളമൊന്നും ചേർക്കാണ്ട് ഒരു കട്ടിയായിട്ടിരിക്കണം. കുറച്ച് മണ്ണ് തട്ടു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നാ ഇല്ലേ? എന്തോ മാതിരിയൊക്കെ ഇരിക്കുന്നു. ഇനി നമുക്ക് വീടുണ്ടാക്കാവേ. ഇത് എൻ്റെ വീട്, ഇത് അമ്മയുടെ. നമുക്ക് ഒരുമിച്ചാവാം. വയ്യല്ലേ? ഇത് കൊള്ളായിരിക്കുമല്ലേ അമ്മ? കൊള്ളാരി. അതെൻ്റെ പ്രതീക്ഷ. ഫുള്ള് മണ്ണ് വെച്ച് പൊതിഞ്ഞ് സെറ്റാക്കി കേട്ടോ. ഇനി നമുക്കിത് ചൂടാം. കമോൺ.
അയ്യോ എത്ര നേരമായി. ഇരുട്ടി കേട്ടോ, രാത്രിയായി. ഓക്കെ, കത്ത് 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 ഇട്ട് കൊടുക്കാം. വെച്ചിട്ട് കുറേ നേരമായി കേട്ടോ. കൊള്ളായിരിക്കുമല്ലേ? കൊള്ളായിരിക്കും, വേവട്ട്. വേവിച്ച് വെച്ച് കരിയോന്ന്? ഇല്ല കരിയത്തില്ല. ഫോയിൽ പേപ്പറൊക്കെ ഇല്ലേ, കരിയത്തൊന്നുമല്ല. കുറച്ചുകൂടി ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. ഹേ ഗൈസ്, അങ്ങനെ സമയം ഏതാണ്ട് 10 മണി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛൻ എത്തിയിട്ടുണ്ട്. അച്ഛനൊരു ബിഗ് സർപ്രൈസ് ഉണ്ട്. അതെ, ഒരു വെറൈറ്റി ഐറ്റം ആണ്. അതൊക്കെ ഉണ്ട്. ഇത് സർപ്രൈസാ. ഇത് കഴിച്ച് ചിലപ്പോ അച്ഛൻ സർപ്രൈസ് ആയില്ലെങ്കിലും കണ്ട് അച്ഛൻ സർപ്രൈസ് ആവും. മുട്ട സാധനമാണ് ഇത്, ചെറിയൊരു സംഭവമൊന്നുമല്ല. ഇന്ന് ഉച്ച തൊട്ട് ഇതിന്റെ ഉറക്കയാ. എന്തരായിരിക്കും ഒന്ന് വെറുതെ ഒരു ഗസ്. ചിക്കൻ ആയിരിക്കും. ചിക്കൻ. കമോൺ കമോൺ. വെളിയില ഞാൻ ബൈക്ക് കൊണ്ട് വയ്ക്കാൻ നേരത്തെ ഇവിടെ കരിയും പുകയൊക്കെ ഉണ്ട്. ഇതോ ആയോ എന്തോ കേട്ടോ. കൊറേ നേരം എടുത്ത് വെച്ചിട്ട്, ഏതാണ്ട് ഒരു 3-4 മണിക്കൂറായി എടുത്ത് വെച്ചിട്ട്. അതെന്തിനാ പൊളിച്ചു നോക്കുക. ആ ചാമ്പലൊന്ന് ഇളക്കിയാണ് കാണാം ഐറ്റം. ഭയങ്കര പൊടിയൊക്കെ. അമ്മ ആ മങ്കട്ടേക്ക് എന്ത് ചെയ്യാ? അതിന്റെ മണ്ണ് പോയോ? മണ്ണ് പോയമ്മ. ഇത് പണി വാളിയോ അമ്മ? ആ മണ്ണ് എന്ത് ചെയ്യമ്മ? മണ്ണെല്ലാം പോയി. മണ്ണ് പോയി. ഇത് കരിഞ്ഞാണോ? അച്ഛാ ഇത് താറാവാ. ഇതൊരു താറാവാ. കരിഞ്ഞു കാണും എന്തോ ദൈവമേ. പണി പാളിയാലും ഇല്ലെങ്കിലും ഇത് ഞാൻ ഇടും. ദിസ് ഈസ് എ ട്രൈ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതൊരു ട്രൈ ആണ്. കുഴിയൊന്നും കുഴിച്ചില്ല. ഞാൻ വയലിൽ പോയി ചെളി കോരി കൊണ്ടുവന്നതാ. ചെളി അത് വെന്തപ്പോ പോയെന്ന് തോന്നുവെച്ചാൽ അത് വിട്ടുപോയി. ഒത്തിരി ഇനി ഇതായിട്ടാണ്. ഓ, അച്ഛനെ സർപ്രൈസ് ചെയ്ത് ഞാൻ സർപ്രൈസ് ആയി. ആ പേസ് ബോർഡ് കത്തിയില്ലേ? അടിയിൽ വെച്ച പേസ് ബോർഡ് കത്തിയിട്ടില്ല. എന്തോ സൗണ്ട് കേൾക്കുന്നു. എണ്ണ പൊട്ടി ഇറങ്ങുന്നു. ഓ വാ നമുക്ക് നോക്കാം. അത് ഊതിയാ. ഇതിങ്ങനെയൊക്കെയാണ് കേട്ടോ ഇരിക്കുന്ന. ചാമ്പലൊക്കെ ഉണ്ട്. പിന്നെ മണ്ണിന്റെ ഭാഗം കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട്. മണ്ടയിലത്തെ മൊത്തം പോയി. തുറന്നു നോക്ക്. അച്ഛൻ തന്നെ പൊട്ടിച്ചോ. ഞാൻ പൊറോട്ടയൊക്കെ മേടിച്ചോണ്ട് വന്നായിരുന്നു കാര്യമായിട്ട് തിന്നാൻ വേണ്ടിയിട്ട്. എന്തോ എന്നൊരു ഐഡിയ കിട്ടാത്തോണ്ടേ ഇപ്പൊ ഒരു ടെൻഷൻ. ഇതുവരെ എല്ലാം ഓക്കെ ആണല്ലേ ചാ? ഇതൊക്കെ ലെയറാ. ഞാൻ ഒത്തിരി ഫോയിൽ പേപ്പർ വെച്ചായിരുന്നു അച്ഛാ. ഇല്ല അതിന് ചാൻസ് ഇല്ല. ഞാൻ വിചാരിച്ചു കരിക്കട്ടെ ആയോ എന്നിട്ട് ഇപ്പോഴും തീയായിരുന്നു. ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ല കഴിഞ്ഞില്ല. കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. വീണ്ടും തോന്നലേ? ഇതും കൂടെ നടക്ക്. അയ്യോ സാധനം കഴിച്ചിട്ടില്ലേ? മുകളിലത്തെ വാഴയില മാത്രം കഴിച്ചു. വാഴയില കരിയല്ലോ, മനസ്സിലായില്ലേ? 3 കരിഞ്ഞോ ഇത് എല്ലാം? താറാവിരിക്കുന്നു. മഡ് ഡക്ക്. ഐ തിങ്ക് ഇത് ഇലയാന്ന് തോന്നുന്നു. ഈ കരിഞ്ഞിരിക്കുന്നതല്ലേ? കരിഞ്ഞൊട്ടിയത് ഇലയാന്ന് തോന്നുന്നു അല്ലേ? എന്നാലും എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു അറിയോ എനിക്ക്. ഇവിടെ സെറ്റായി കേട്ടാ. ഈ സൈഡ് സൂപ്പർ. മറ്റേ സൈഡേ ഇല കരിഞ്ഞ് പിടിച്ചേക്കണാണ് അച്ഛാ. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ താറാവൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് സൈഡ് ഒന്ന് കരിഞ്ഞു പോയിട്ടോ. അത് മറ്റേ ആ മണ്ണിൻ്റെ സംഭവം കുറഞ്ഞു പോയതുകൊണ്ട് ഇച്ചിരി ഒന്ന് കരിഞ്ഞു പോയി. കുഴപ്പമില്ല. എന്താ ഈ സൈഡ് സൂപ്പറായിട്ട് കുക്കായിട്ടുണ്ട്. ഈ സൈഡ് ഓക്കെ. ഇതിനകത്ത് ഞാൻ വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്. അത് നോക്കിയില്ലല്ലേ? അതൊന്ന് തുറക്കണം കേട്ടോ നമുക്ക്. അതൊക്കെ വന്ന് ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ ആദ്യം.
ഉരുളൻ കിഴങ്ങ്. തീയിലിട്ട് വേവിച്ചാൽ പിന്നെ നല്ല വെന്തടോ. നല്ല ബന്ധു. നല്ല വെന്തു. കഴിച്ചു നോക്കണം. ആ ഫ്രണ്ട് സൈഡ് ഒരു ഇച്ചിരി കരിഞ്ഞത് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ്. കൊള്ളാല്ലേ? വെന്ത് വിണ്ട് വന്ന് മൊത്തം. കരിമ എന്താ അറിയാം, മോള് കൂട്ടിയ തൊടി ഇത്തിരി തോനെ വേണം. ടേസ്റ്റ് കുറച്ച് പൊതിഞ്ഞെടുക്കാം. അച്ഛനടുത്ത് ചോദിക്കുന്നത് എങ്ങനെ സംഭവം കരിഞ്ഞിട്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് ഭാഗം കിട്ടിയുള്ളൂ കുട്ടികള്, പക്ഷെ കിട്ടിയ ഭാഗം അടിപൊളി അടിപൊളി സൂപ്പർ ടേസ്റ്റ്. ടേസ്റ്റ്. അതായത് മെയിനായിട്ട് പറഞ്ഞാൽ ഇതിന്റെ 2 കാല് കിട്ടിയില്ല, പിന്നെ ഈ ചെസ്റ്റിന്റെ ഭാഗം ഇവിടെ ഒന്നും കിട്ടിയില്ല. സൂപ്പർ ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. അകത്ത വെജിറ്റബിൾസ് അത് അടിപൊളിയല്ലായിരുന്നു. അത് ഞാൻ എന്തിനാന്ന് അറിയാവോ, ലാസ്റ്റ് വന്ന മസാല എല്ലാം കൂടെ വെജിറ്റബിൾ പരട്ടി അതിനകത്ത് കയറ്റി. അത് എനിക്ക് അപ്പം തോന്നിയതാ. സംഭവം കൊള്ളായിരുന്നു. ഇച്ചിരി കരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കൊച്ചു പറഞ്ഞ അച്ഛനും ഞെട്ടിക്കാന്ന്. ഞാൻ ഞെട്ടിയത് ഞാനാ. നാരങ്ങയുടെ ഫ്ലേവറൊക്കെ ഉപ്പും നാരങ്ങയും കൂടെ നല്ലതായിട്ട് അത് ലാസ്റ്റ് നാരങ്ങ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാൻ ചുമ്മാ ഇട്ടതാ. അത് പക്ക ഇതായി. ഞാൻ ഇട്ടതാ. അത് വേണോന്ന് വെച്ചിട്ട് എനിക്കറിയായിരുന്നു സൂപ്പറായിരിക്കും, അങ്ങനെ ഇട്ടതാ. അതെ എടുത്ത് ഞാൻ പറഞ്ഞു നാരങ്ങ വേണോ ആയിരിക്കട്ടെ. അത് ഇട്ടത് കാര്യം, അത് കൊള്ളായിരുന്നു കേട്ടോ. ഏകദേശം എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.